എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണം സ്പെഷ്യൽ സദ്യ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ബീറ്റ്റൂട്ട് കൊണ്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് ബീറ്റ്റൂട്ട് 2 എണ്ണം എടുക്കാം. അതിങ്ങനെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് വറ്റൽമുളക് ഇടാം. ഇനി കറിവേപ്പില കൂടെ ചേർക്കാം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് അതിലേക്കിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. വീണ്ടും അതൊന്നുകൂടി ഇളക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി 1/2 കപ്പ് നാളികേരവും ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തു. ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് വീണ്ടും ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമ്മുടെ ബീറ്റ്റൂട്ടിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഒരു ചെറിയ മധുരം കൂടെ നമുക്ക് പച്ചടിക്ക് കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇത് പാകത്തിനായി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കണം. അതിനായി 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബീറ്റ്റൂട്ട് ചൂട് പോയതിന് ശേഷമാണ് ചേർക്കുന്നത്. തൈരും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി. ഓണം സദ്യയിലെ ബീറ്റ്റൂട്ട് പച്ചടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.